if you wanted me so bad. Has to find her. She's getting on my nerves. Good afternoon. How are you all today? Good. Amelia, Praise the Lord. Gia, Praise the Lord. Jero. Absolutely. റോസു ഇത് റോസു എന്റെ ബ്രദറിന്റെ മോളാ. എന്റെ ബ്രദറും ഫാമിലി നാട്ടിൽ പോയപ്പോ അപ്പൊ ഇനി 2 ആഴ്ചത്തേക്ക് റോസു നമ്മുടെ കൂടെ ഉണ്ടാവും. Okay, so let's start our class today. Do you remember what we learned in our last class? About marriage. Yes, we learned about marriage in our last class. So what is marriage? Marriage is an invitation from God to share his love and to participate in the act of creation. Okay, so in this class we learn about life as a gift of God. God alone is the Lord of life. No one can, under any circumstance, claim the right to destroy an innocent human being. So human life must be respected absolutely from the moment of conception. From conception? I don't get that. How can you call it a human life when it doesn't look anything like a human? Okay, ഈ ചോദ്യത്തിന്റെ ഉത്തരം നമ്മുടെ ഈ ബുക്കിൽ തന്നെ ഉണ്ട്. In Jeremiah 1:5, God says, "Before I formed you in the womb, I knew you, and before you were born, I consecrated you." നമുക്കൊരു ടൂർ പ്ലാൻ ചെയ്യണ്ടേ? ഇത്തവണ ഞങ്ങൾ ഒഴിവാക്കരേട്ടാ. ഇവള് പ്രഗ്നന്റ് അല്ലേ? നിനക്കെന്താണ് പ്ലാനിങ് ഇല്ലാതെ പോയെ? ഇതൊക്കെ ഒന്ന് സെറ്റിൽ ആയിട്ട് വേണ്ട ആലോചിക്കാൻ. നിനക്ക് ഞങ്ങളെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ പാടില്ലാഞ്ഞോ? പിള്ളേരില്ലാത്തോണ്ട് ഞങ്ങൾക്ക് ഫുൾ ടൈം ജോലി ചെയ്യാം. നല്ല കാറായി വീടായി ഒരുവിധം സെറ്റിൽഡും ആയി. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ വല്ലതും നടക്കൂടെ? ചേച്ചി, കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം തരുന്നതല്ലേ. കാറും വണ്ടിയും ജോലിയും ദൈവം ആദ്യ സമയത്ത് തരും. അതൊക്കെ പറയാ എളുപ്പാ. Uncle, Auntie's not well. Reshmiji, are you okay? Do you want more water? എന്തുമില്ല, ഞാൻ ഓക്കെ ആണോ? കുഴപ്പമില്ലടോ, പക്ഷേ എന്തോ ഒരു വയ്യായിക പോലെ. നമുക്കിന്ന് നേരത്തെ പോവാം. താൻ എന്തെങ്ങനെ ഇരിക്കണേ? എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ എന്ത് പറയാനാണോ? ഞാൻ പറയാനുള്ളതൊക്കെ നേരത്തെ പറഞ്ഞതല്ലേ. താൻ പറയണത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അത് ശരിയാണോ? ഏതായാലും രാജേട്ടനെ തിരിച്ച് വിളിച്ചിട്ടുണ്ടല്ലോ, അവര് വരട്ടെ. അവര് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും. രാജേട്ടാ തിരിച്ചു വാ. എടാ ഡെനിസ, എന്നടാ നീ വിളിച്ചത്? എന്ത് പറയാനാ? ഓ, ഇവളുടെ ഒരു ഒടുക്കത്തെ ഒരുക്കം കാരണം ഒരു സ്ഥലത്തും സമയത്ത് എത്താൻ പറ്റില്ല. എല്ലായിടത്തും തന്നെയാണല്ലോ ഇപ്പൊ സംഭവം. പാർട്ടിക്ക് പോണോണ്ടേ പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാന്ന് ഓർത്തു. നീ എന്താ വിളിച്ചത്? ഇതെന്തടാ ഇത്? എന്നിട്ടാണോ നീ പള്ളി വെച്ച് രാവിലെ ആ ബിനോയിനെ ഉപദേശിച്ചത്? ഇനി എന്താണ് നിങ്ങളുടെ പ്ലാൻ? രാജേട്ടാ, ഞാൻ ഇയാളുടെ അടുത്ത് പറഞ്ഞതാണ്, ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തില് ഇത് ശരിയാവില്ല. രശ്മി, നിനക്ക് എന്ത് തോന്നുന്നു? എനിക്കറിയില്ല ചേച്ചി. രശ്മി, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഇവിടെ വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ, ഒന്ന് സെറ്റിൽ ആയിട്ട് പോലും ഇല്ല. ഈ വീടൊന്ന് നോക്കിയേ, എന്ത് സൗകര്യം വീടിനുള്ളത്. നിങ്ങക്ക് നാട്ടിൽ ലോണൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതിന്റെ ഇടയ്ക്ക് ഒരു കൊച്ചും കൂടെ വന്നാ നിങ്ങളുടെ ഒരു കാര്യവും നടക്കില്ല. നിങ്ങൾ ചെറുപ്പല്ലേ, ഇനി ഇതിനൊക്കെ സമയമുണ്ടല്ലോ. രാജ, സമയം എത്രയായി? പോണ്ടേ? അവിടെ കേക്ക് മുറിക്കുന്ന സമയത്തെങ്കിലും ചെല്ലണ്ടേ? നിങ്ങൾ വരുന്നില്ലേ? ഇതിനിപ്പോ ഇപ്പൊ ഒരു തീരുമാനമായില്ലേ? എന്നാ പിന്നെ നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് റെഡി ആയിട്ട് വാ, നമുക്ക് അവിടെ കാണാം. ഓക്കെ? റോസു, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ പാർട്ടിക്ക് വന്നില്ലേ? Yeah, well, later. ഞങ്ങള് പോവാട്ടോ. ഓക്കെ, ബൈ. See you soon. ബൈ. നമുക്ക് നാമ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. നാമത്തിൽ
അവിടെ ഇരിക്കട്ടോ, അമ്മ സ്പൂൺ എടുത്തിട്ടാ കേട്ടോ. ഓക്കെ, വെള്ളം വേണോ? വെള്ളം വേണോ? ഓക്കെ, ഗുഡ് ബോയ്. ചേട്ടാ, ചേട്ടനോട് ഞാൻ കുറച്ച് നാളെ കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മൾ UK വന്നത് ഏതാണ്ട് സെയിം സമയത്തല്ലേ? അതെ അതെ. നമ്മുടെ കാര്യങ്ങളും സിറ്റുവേഷൻസും ഒക്കെ സെയിമുവാ. നിങ്ങൾക്ക് കൊച്ചുണ്ട്, അവന് ഇച്ചിരി സ്പെഷ്യൽ കെയർ നിങ്ങൾ കൊടുക്കണം. ഞാൻ പക്ഷെ എപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഇതെങ്ങനെയാണ് സാധിക്കണേ? അതൊന്നുമില്ല ടെനിസേ, ബൈബിളിൽ ഇങ്ങനെ എഴുതിയിട്ടില്ലേ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞെന്ന്. അതാണ്. പിന്നെ ഞങ്ങൾ ഹാപ്പി ആയിരിക്കുന്നതിന് വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഉള്ളത് പറയാലോ, ഈശോ തന്ന കൊച്ചിനെ ഞങ്ങൾ സന്തോഷത്തോടെ അങ്ങ് സ്വീകരിച്ചു, അത്രേ ഉള്ളൂ. എന്നാ പോലെ വരണം. ആ കൊച്ചെങ്ങനെയായിട്ടും ആ ബിനിച്ചേട്ടനും സിറ്റി ചേച്ചിയൊക്കെ എന്ത് ഹാപ്പി അല്ലേടോ? അവർ ശരിക്കും ഇപ്പൊ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുമോ? ടെനിസേ, ഞാൻ തന്നോടാ ചോദിക്കണേ, താൻ എന്തൊന്നും മിണ്ടാത്തേ? ചുമ്മാ ഡെനിസേ, ഞാൻ അവിടുന്ന് ഇറങ്ങിയപ്പോ തൊട്ട് ശ്രദ്ധിക്കുന്നതാ, തനിക്ക് എന്താ പറ്റിയേ? ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. എടോ, നമുക്ക് കുഞ്ഞിനെ പറ്റിയിട്ട് ഒന്നുകൂടി ചിന്തിച്ചാലോടോ? ഡെനിസേ, വെറുതെ എന്നെ ഭ്രാന്തി പിടിപ്പിക്കല്ലേ. ഇതിനെപ്പറ്റി ഓൾറെഡി നമ്മൾ സംസാരിച്ച് തീരുമാനിച്ചതല്ലേ? എടോ, ഞാനൊരു കാര്യം പറയുമ്പോഴേക്കും താൻ എന്തിനാണ് ഇങ്ങനെ ചാടി കയറി വരണേ? ഞാൻ എന്തെങ്കിലും പറയുമ്പോ തനിക്കൊന്ന് സമാധാനമായിട്ട് കേട്ടൂടെ? ഇപ്പൊ ഞാനാണ് അവിടുത്തെ സമാധാനം കളഞ്ഞത്, ഡെനിസ് അല്ലേ? അന്നേ വീട്ടുകാർ പറഞ്ഞതാണ് ഈ യുകെയിലുള്ള പെണ്ണുങ്ങളൊന്നും വേണ്ട. ഞാൻ നിർബന്ധിച്ചൊന്നും ഉണ്ടായിരുന്നല്ലോ എന്നെ കെട്ടാൻ. പിന്നെ എന്തിനാ എന്നെ കിട്ടിയത്? ഞാൻ കിടക്കാൻ പോവാ. ഡെനിസ്, ഹലോ ചേച്ചി. ഹലോ രശ്മി, ഇന്ന് പള്ളിയിൽ നീ ക്ലീനിങ്ങിന് വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. ഞങ്ങള് കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ കാര്യം ഞാൻ മറന്നുപോയി ചേച്ചി. നിനക്ക് എന്താ പറ്റിയ രശ്മി? നിന്റെ സ്വരം ഭയങ്കരമായിട്ട് വല്ലാണ്ടിരിക്കണല്ലോ. എനിക്ക് ചേച്ചീനെ ഒന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ, ഞാൻ പള്ളിയിലുണ്ടല്ലോ, നീ വേഗം വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഹലോ അച്ഛാ. അച്ഛാ, ഈശോ അച്ഛാ. എപ്പോഴെപ്പോഴും സുധാരിക്കട്ടെ ഡെന്നീസേ. ഡെന്നീസേ വാ, ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാനായിട്ടാണ് വിളിച്ചത്. നമുക്കൊന്ന് സംസാരിക്കുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് തുടങ്ങാം കേട്ടോ. തിരക്കായിരുന്നോ? ഞാൻ വരാവേ. അച്ഛൻ എവിടെ വെച്ചേക്കണെന്ന് പറയാനോ? ഒരു മിനിറ്റ് ഇപ്പോൾ വരാം. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. In Jeremiah 1:5, God says, "Before I formed you in the womb, I knew you, and before you were born, I consecrated you." നമുക്ക് ഈ കുഞ്ഞിനെ വേണം.